മൂന്നാറിൽ എം മണി നടത്തിയ ഭീഷണി പ്രസംഗത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ആലോചിക്കുമെന്ന് മുൻ MLA എസ് രാജേന്ദ്രൻ 24-നോട്. ഭീഷണിയിൽ തനിക്ക് പേടിയില്ല, തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മൂന്നാറിന് പുറത്തുനിന്ന് വാടകയ്ക്ക് ആളെ കൊണ്ടുവരേണ്ടി വരുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. പരാതി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തില് പേടിയോ ഭയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഞാൻ അതിലേ കൂടിയല്ലേ നടന്നു വന്നയാള്. ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും പുറത്തിരുന്ന ആളുകൾ വരണം, വാടകയ്ക്ക് ആളുകളെ കൊണ്ടുവരണം. CPM വിട്ട് BJPയിൽ ചേർന്ന എസ് രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നും ഫണ്ട് ചെയ്യാൻ മടിച്ചൊന്നും ചെയ്യിപ്പിക്കരുതെന്നുമായിരുന്നു എം മണിയുടെ വിവാദ പരാമർശം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പേടിയില്ല എന്ന് പറഞ്ഞതിലൊരു പേടിയുണ്ടോ? ഗുഡ് മോർണിംഗ് രാഹുൽ. ഹാഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും രാജേന്ദ്രൻ അത്ര വൈകാരികമായിട്ടല്ല, വളരെ സാവധാനമായിട്ടാണ് എം മണിയുടെ ഭീഷണി പ്രസംഗത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. തനിക്ക് പേടിയൊന്നുമില്ല എന്ന് എസ് രാജേന്ദ്രൻ പറയുമ്പോഴും നിയമ നടപടി സ്വീകരിക്കുന്നതിനെ പറ്റി ആലോചിക്കും. ഇതിനു മുമ്പും പലതവണ സമാനമായ അവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായപ്പോഴും നിയമ നടപടി സ്വീകരിക്കുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു. അന്നൊന്നും മുന്നോട്ട് പോയിരുന്നില്ല. പല ആളുകളെയും ആ നിയമ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണേണ്ട ആളുകളെയൊക്കെ കണ്ടുവച്ചിരിക്കുന്നതാണ്. BJPയുടെ പിന്തുണയുണ്ട്. BJP നേതാക്കൾ എല്ലാവരും തന്നെ വിളിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രാജേന്ദ്രൻ പറയുന്നത്. എന്തായാലും ഇന്നലെ മൂന്നാറിൽ CPM-ന്റെ ഒരു പൊതുയോഗത്തിൽ എം മണിയുടെ ഭീഷണി അത് വലിയ രീതിയിലായിരുന്നു. കാരണം സഖാക്കൾ കൈകാര്യം ചെയ്യണം, മാത്രമല്ല ഇത്തരത്തിൽ പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ നേടി MLA ഒക്കെ ആയ ഒരാൾ പിന്നീട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർത്ത് കളയണമെന്ന രീതിയിലുള്ള ഒരു കൈയുടെ ആംഗ്യം വരെ എം മണി കാണിക്കുകയും ചെയ്തിരുന്നു. പഴയ 1, 2, 3 പ്രസംഗമൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ആ പ്രതികരണം അല്ലെങ്കിൽ ആ പ്രസംഗത്തിനിടയിലെ ആംഗ്യം എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിലെന്തായാലും ഇപ്പോൾ എസ് രാജേന്ദ്രൻ ഒരു പരസ്യ പ്രതികരണം തന്നിരിക്കുകയാണ്. പരസ്യമായിട്ട് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നൊരു പ്രതികരണം പിന്നീടേ ഉള്ളൂ. എന്തായാലും നിയമ നടപടിയെ പറ്റി ആലോചിക്കുന്നു. തനിക്ക് ഒരു തരത്തിലുള്ള ഭയവുമില്ല, മാത്രമല്ല തന്നെ ഏതെങ്കിലും വിധത്തിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ മൂന്നാറിലെ ആളുകളെ കൊണ്ട് കഴിയില്ല. തന്നെ ഇപ്പോഴും അവിടുത്തെ ആളുകൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത്. മാത്രമല്ല പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാൽ മാത്രമേ തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുകൂടി രാജേന്ദ്രൻ 24-നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഇനി എം മണിയുടെ ഒരു പ്രതികരണമാണ് എന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.